ഒരാൾക്ക് സ്പിരിച്വാലിറ്റിയിൽ ഒരു ഉന്നത പദത്തിൽ എത്തണമെന്നുണ്ടെങ്കിൽ വളരെയധികം കഷ്ടപ്പെടണം. വായിച്ച് നേടുന്ന ഒരറിവും ജ്ഞാനമല്ല. അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന് സ്പിരിച്വാലിറ്റിയിൽ ഇച്ചിരി എനിക്ക് തോന്നി തുടങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഒരു മനുഷ്യൻ സ്പിരിച്വൽ ആകുന്നതിന് എങ്ങനെയാണ് സ്വയം തിരിച്ചറിയാൻ പറ്റുന്നത്? എങ്ങനെയാന്നല്ലേ? കുറി തൊട്ടിട്ടുണ്ട്, താടി വെളുത്തിട്ടുണ്ട്, ജുബ്ബ ഇട്ടിട്ടുണ്ടോ എന്ന് നോക്കുക, വെളുത്തമുണ്ടാണോ എന്ന് നോക്കുക. ഇങ്ങനെയൊക്കെയാണ് സ്പിരിച്വാലിറ്റിയുടെ അടയാളം അല്ലേ? ഞാൻ ആ വാക്ക് ഉപയോഗിച്ച പുള്ളി പറഞ്ഞു ഞാനതൊക്കെ കഴിക്കും, ഞാനിങ്ങനെ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. 10-28 വർഷമായിട്ട് എൻ്റെ പണി ഇത് തന്നെയാണ്. അദ്ദേഹം പറഞ്ഞ വാക്കെന്താ? എൻ്റെ പണി ഇത് തന്നെയാണ്, പ്രഭാഷണം നടത്തുക. ഞാൻ ഒരു സ്പിരിച്വൽ പേഴ്സൺ ആണ് എന്നുണ്ടെങ്കിൽ ആദ്യം ഞാനാണ് അവർക്ക് മാതൃകയാവേണ്ടത്. ഇപ്പം ഇങ്ങനെ ഒരു തലത്തിലിരിക്കുമ്പോൾ എനിക്ക് അഹങ്കാരമല്ല ഉള്ളത്. ഒരു നിമിഷം പോലും ഇവിടെ ഒരു ഉപദ്രവവും ഒരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട് ഈ ഭൂമിയിൽ സമാധിയായി പോയാൽ മതി. ഏകദേശം പറഞ്ഞ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഇല്ലേ? ഉണ്ടോ? ഇല്ലെങ്കിൽ ചോദിക്കാൻ ഇനി ഷുവറാണോ? ചോദ്യത്തിന്റെ ബാക്കി ചോദ്യം ഉണ്ടോ? ചോദ്യത്തിന്റെ ബാക്കി ചോദ്യം ഉണ്ടോന്ന് ചോദിക്കാം. ഇല്ല, ഉണ്ടെങ്കിൽ വേണം. ഇതിനകത്ത് എല്ലാ ഉത്തരവും വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഇനി കംപ്ലീറ്റ് ചെയ്തിട്ടില്ല, ഇനി ബാക്കി പറഞ്ഞോളാം. സ്പിരിച്വാലിറ്റി എന്ന് പറയുന്ന ഒരു സാധനം വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും ശാന്തമായിട്ട് ഇരിക്കാൻ പറ്റണം. ഇങ്ങനെ ഇരിക്കുന്ന പോലെയല്ല, ഈ രണ്ട് കാലും ഇങ്ങനെ മുകളിലേക്ക് കയറ്റി വെച്ച് മണിക്കൂറുകളോളം, മാസങ്ങളോളം, വർഷങ്ങളോളം ഇരിക്കാൻ പഠിക്കണം. അതിനിത്തിരി ബുദ്ധിമുട്ടാണ്. നമ്മൾ ടോയ്ലറ്റിൽ പോകുമ്പോൾ പോലും നിവൃത്തിയേണ്ടി മൊബൈൽ ഫോണായിട്ടാണ് പോണത്. അവിടെ ഇരുന്ന് തോണ്ടിക്കൊണ്ടിരിക്കും, സമയം പാനേ, ഒരു രക്ഷയില്ല. അപ്പോൾ ഇത്ര പേഷ്യൻസ് ഇല്ലാത്ത വ്യക്തികൾക്ക് എവിടെ നിന്നാണ് സ്പിരിച്വാലിറ്റി കിട്ടുന്നത്? സ്പിരിച്വാലിറ്റി എന്ന് പറയുന്ന മോസ്റ്റ് ടഫസ്റ്റ് തിങ് ആണ്. അതിനകത്ത് ആരെങ്കിലും ആ തലത്തിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അവരൊരിക്കലും പിന്നെ അത് കളയില്ല. ആ വ്യക്തി അതുപോലെ തന്നെ ജീവിച്ച് അവസാനമാകുമ്പോഴേക്കും സമാധിയായി പോവുള്ളൂ. കാരണം ആ വ്യക്തിയെ സംബന്ധിച്ച് ഭൂമിയിൽ നിന്ന് മറ്റൊന്നും നേടണമെന്ന് പിന്നെ ആഗ്രഹം ഉണ്ടാവില്ല. ഈ ഭൂമിയിൽ കിട്ടാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ളതാണ്. പൈസ ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്, ബാക്കി എന്തുണ്ടാക്കാനും എളുപ്പമാണ്. ഒരു എഞ്ചിനീയറിംഗ് പഠിക്കണമെന്നുണ്ടെങ്കിൽ 5 വർഷം പഠിച്ചാൽ മതി, അല്ലെങ്കിൽ 7 വർഷം പഠിച്ചാൽ സപ്ലി ഉണ്ടെങ്കിൽ പോലും. പക്ഷേ ഒരാൾക്ക് സ്പിരിച്വാലിറ്റിയിൽ ഒരു ഉന്നത പദത്തിൽ എത്തണമെന്നുണ്ടെങ്കിൽ വളരെയധികം കഷ്ടപ്പെടണം. വായിച്ച് നേടുന്ന ഒരറിവും ജ്ഞാനമല്ല, ഇൻഫർമേഷനാണ്. അപ്പം നമുക്ക് ജ്ഞാനത്തിലേക്ക് എത്തിയാൽ മാത്രമേ സ്പിരിച്വാലിറ്റിയുടെ ഒരു തലമെങ്കിലും എത്തിയെന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ സ്പിരിച്വാലിറ്റി നമ്മുടെ ഉള്ളിൽ വരാത്തതിന് കാരണം നമ്മളെല്ലാം തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ സമൂഹത്തിൽ എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് കുറി തൊടുന്ന ആളുകളെ കണ്ടാൽ കളിയാക്കുമായിരുന്നു. നമുക്കൊക്കെ, ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് കുറി തൊട്ടുകൊണ്ട് പോണ ഭയങ്കര ബുദ്ധിമുട്ടാണ്, നാണക്കേടായിരുന്നു. പിന്നീടാണ് ഇപ്പോൾ അതൊരു കുറി ഒരു ഫാഷനായിട്ട് വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇനി അത് മാറി മാറി വരും. നമ്മുടെ സ്പിരിച്വാലിറ്റി ലോകം മുഴുവൻ അംഗീകരിക്കാൻ തുടങ്ങും. കാരണം ഇതിൽ സത്യമുണ്ട്. സത്യത്തിൻ്റെ കൂടെ ആരും ഇങ്ങനെ പിന്നാലെ ഉണ്ടാവില്ല. അധർമ്മത്തിൻ്റെ പിന്നാലെ എപ്പോഴും ലക്ഷം ഉണ്ടാവും. സത്യം എപ്പോഴും ഒറ്റയ്ക്കേ പോവുള്ളൂ. അപ്പം അതിൻ്റേതായ ചില എന്താ പറയുക ബുദ്ധിമുട്ടുകളുണ്ട് സ്പിരിച്വാലിറ്റിക്ക്. അത് വളർന്നു വരാൻ അതിൻ്റേതായ വളക്കൂറുള്ള മണ്ണിലേ അത് വളർന്നു വരുള്ളൂ. അപ്പോൾ സമയമെടുക്കും അത്. സ്പിരിച്വാലിറ്റി ഞാൻ എന്നോട് ഒരിക്കൽ പെട്ടെന്ന് പറഞ്ഞേക്കാം. ഒരിക്കൽ ഒരാൾ ചോദിച്ചു ദൈവം ഉണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഉണ്ടെന്ന് പറഞ്ഞു. കാണിച്ചു തരാമോ എന്ന് ചോദിച്ചു. കാണിച്ചു തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു കല്യാണ വീടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ സ്പിരിച്വലായിട്ട് നിങ്ങൾക്കൊരു കാര്യം കാണിച്ചു തരാൻ പോവുകയാണ്. അതിനു മുമ്പ് നിങ്ങൾ മെറ്റീരിയലായിട്ട് ഒരു കാര്യം എനിക്ക് കാണിച്ചു തരുമെന്ന് പറഞ്ഞു. ശരി എന്ന് പറഞ്ഞു. കല്യാണ വീടായതുകൊണ്ട് ഞാൻ പറഞ്ഞു ഗിവ് മി എ ഗ്ലാസ് ഓഫ് മിൽക്ക് എന്ന് പറഞ്ഞു. ഒരു ഗ്ലാസ് പാൽ കൊണ്ടുവന്നു. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു ഈ പാലിൽ വെണ്ണയുണ്ടല്ലോ? ഉണ്ട്, അതൊന്ന് എടുത്തു തരാൻ പറഞ്ഞു. അപ്പോൾ പുള്ളിയെ പറഞ്ഞു അത് ഉറകൂട്ടി വെച്ച്. അപ്പോൾ ഞാൻ പറഞ്ഞു ഉറകൂട്ടി വെച്ചിട്ട് പിന്നെ അത് കടഞ്ഞു. അതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു നമ്മുടെ മനസ്സിൽ വരുന്ന കോൺഷ്യസ് മൈൻഡിൽ വരുന്ന അനുഭവങ്ങളും ചിന്തകളും നമ്മൾ മനസ്സാകുന്ന ഭരണിയിൽ ഉറകൂട്ടി വെച്ച് ചിന്തയാകുന്ന കടകോലുകൊണ്ട് അതിനെ കടയുമ്പോൾ നന്മയും തിന്മയും വേർതിരിയും. ആ നന്മ ദൈവം, തിന്മ പിശാചുമാണ്. മനസ്സിലായെന്ന് ചോദിച്ചു. ഇവിടെ നിന്ന് സ്പിരിച്വാലിസം തുടക്കം. ഞാൻ ഐ എം നോട്ട് എ ഹയർ എഡ്യൂക്കേറ്റഡ് മാൻ, ഐ മീൻ ആവറേജ് എഡ്യൂക്കേറ്റഡ് മാൻ. പക്ഷേ സ്പിരിച്വാലിറ്റി എന്നിൽ ഇമ്പേണായിട്ട് അല്പം ഉണ്ടെന്നൊരു തോന്നൽ എനിക്ക് തോന്നി തുടങ്ങി. അന്ന് തൊട്ട് ഞാൻ അതിന് വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ഒരു പരിധി വരെ വിജയിച്ചിട്ടുണ്ട്. താങ്ക് യു.
ഇതിൽ എനിക്കൊന്നും പറയാനില്ല. ചോദ്യം ഉത്തരവും ചേട്ടൻ തന്നെ പറഞ്ഞു. അല്ല, എനിക്കൊരു ചോദ്യം. ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന് സ്പിരിച്വാലിറ്റിയിൽ ഇച്ചിരി എനിക്ക് തോന്നി തുടങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഒരു മനുഷ്യൻ സ്പിരിച്വൽ ആകുന്നതിന് എങ്ങനെയാണ് സ്വയം തിരിച്ചറിയാൻ പറ്റുന്നത്? എങ്ങനെയാന്നല്ലേ? കുറി തൊട്ടിട്ടുണ്ട്, താടി വെളുത്തിട്ടുണ്ട്, ജുബ്ബ ഇട്ടിട്ടുണ്ടോ എന്ന് നോക്കുക, വെളുത്തമുണ്ടാണോ എന്ന് നോക്കുക. ഇങ്ങനെയൊക്കെയാണ് സ്പിരിച്വാലിറ്റിയുടെ അടയാളം അല്ലേ? നമ്മളിങ്ങനെയല്ലേ സ്പിരിച്വാലിറ്റി ഒരാൾക്ക് ഉണ്ടോ ഇല്ലയോ എന്ന് അറിയണത്? സ്പിരിച്വാലിറ്റി ഉണ്ടോ എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഒരു വ്യക്തിയുമായിട്ട് സംസാരിക്കുമ്പോൾ അതിനേക്കാൾ നമ്മളെങ്ങനെ ഒരു കുട്ടി 10ാം ക്ലാസ് പാസ്സായതാണെന്ന് മനസ്സിലാവുന്നത്? സർട്ടിഫിക്കറ്റ് നോക്കണം. അല്ലെങ്കിൽ ആ കുട്ടിയുമായിട്ട് സംവദിക്കുമ്പോൾ അവൻ്റെ വാക്കുകളിൽ അല്ലെങ്കിൽ പ്രവൃത്തിയിൽ എവിടെയെങ്കിലും നമുക്ക് ആ ഒരു ക്വാളിറ്റി നമുക്ക് കാണാൻ പറ്റിയാൽ നമുക്ക് മനസ്സിലാവും, ഓക്കെ ഇതൊരു വിദ്യാഭ്യാസമുള്ള ഒരാളാണെന്ന്. സ്പിരിച്വാലിറ്റി മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ സ്പിരിച്വലി എൻലൈറ്റഡ് ആയിട്ടുള്ള ഒരാൾക്ക് വേറൊരാളെ കാണുമ്പോൾ ഇയാൾ എത്ര വരെ എത്തിയിട്ടുണ്ടെന്ന് അറിയാം. രോഹിത്തിന് എന്നെ കണ്ട സ്പിരിച്വാലിറ്റി ഉള്ള ആളാന്ന് മനസ്സിലാവോ? ഇല്ല. 2 മിനിറ്റ് കൊണ്ടല്ലാത്ത ആളാവാൻ എനിക്ക് പറ്റും. ഈ ഷർട്ടൊക്കെ അങ്ങ് ഊരി വെച്ച് ഒരു കള്ളിമുണ്ടും തലയിൽ കെട്ടിയിട്ട് ഞാനൊന്ന് മുണ്ടൊക്കെ മടക്കി കുത്തി ചുമ്മാ എവിടെയും ചാരി നിന്നാൽ മതി, എൻ്റെ സ്പിരിച്വാലിറ്റി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. ശരിയല്ലേ? അപ്പോൾ ഇപ്പോൾ ഈ വേഷഭൂഷാദികൾ നിങ്ങൾ വിളിക്കുന്നിടത്ത് വന്നിരിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലായി ഇതൊരു സ്പിരിച്വൽ ഗുരുവാണെന്ന്. എൻ്റെ ഈ വാക്കുകൾ കൊണ്ടുള്ള അഭ്യാസം വെച്ചിട്ട് നിങ്ങൾക്ക് എൻ്റെ സ്പിരിച്വാലിറ്റി അറിയാൻ പറ്റില്ല. അതറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ മെഡിറ്റേഷൻ ചെയ്തു നോക്കണം. ഒരു ഗുരുവിൻ്റെ അടുത്ത് എത്തുമ്പോഴാണ് ശിഷ്യന് മനസ്സിലാവുള്ളൂ, ഇത് സ്പിരിച്വലി എന്തെങ്കിലും പവറുള്ള ഒരു വ്യക്തിയാണോ, എന്തെങ്കിലും ഗുണമുള്ളതാണെന്ന്. പറയണത് ആർക്ക് വേണമെങ്കിലും പറയാൻ പറ്റും. മാലപ്പടക്കം പൊട്ടിക്കണമാതിരി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാം. പക്ഷേ അയാളുടെ പ്രവൃത്തിയിലോ അല്ലെങ്കിൽ അയാളെ കൊണ്ട് മറ്റൊരാൾക്കൊരു ഗുണമോ ജീവിതത്തിൽ ഒരിടത്തും ഉണ്ടാവില്ല. പറയാൻ മാത്രമേ പറ്റുള്ളൂ. നമ്മൾ ഒരാളോട് പറഞ്ഞ് ഫലിപ്പിക്കുകയല്ല അത് ചെയ്യണത്, സ്വയം അനുഭവിക്കുകയാണ്. അപ്പോൾ സ്പിരിച്വലി ഒരാൾ ഉയർന്നതാണോ അല്ലയോ എന്നുള്ളത് നമ്മൾ പറയുന്ന വാക്കുകൾ വെച്ചിട്ട് മനസ്സിലാക്കാൻ പറ്റില്ല. ഞാൻ എൻ്റെ ഉദാഹരണത്തിലേക്ക് തന്നെ വരിക. ഞാൻ ഈ സ്പിരിച്വാലിറ്റി അന്വേഷിച്ച് നടക്കുന്ന സമയത്ത് അനേകം ആളുകളെ കണ്ടിട്ടുണ്ട്. ഓരോ വ്യക്തികളെ കാണുമ്പോഴും ഞാൻ വിചാരിക്കും ഇവർ നല്ല സ്പിരിച്വലി എൻലൈറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഉണർവിലുള്ള വ്യക്തിയാണെന്ന് വിചാരിച്ച് നമ്മൾ അവരുമായിട്ട് സമീപിക്കാൻ ശ്രമിക്കും. ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴേക്കും നമ്മളെ പ്രപഞ്ചം കാണിച്ചു തരും ഇയാൾ വട്ടപൂജയാണ്. അത് കാണിച്ചു തരും നമ്മളെ. അദ്ദേഹം വെറും ഒരു തൊഴിലാളിയായിരിക്കും. തൊഴിലാളി എന്ന് വെച്ചാൽ തൊണ്ട തൊഴിലാളി. ഞാനൊരു വലിയ പ്രഭാഷണം ചെയ്യുന്ന ഒരു വ്യക്തിയുമായിട്ട് ഒരിക്കൽ കാണാൻ ഒരവസരം കിട്ടി. ഇപ്പം ഞാനൊരു പ്രോഗ്രാമുമായിട്ട് പോകുന്നതിനിടയിലാണ് അദ്ദേഹത്തെ സംസാരിച്ചത്. അദ്ദേഹത്തോട് ഞാനിങ്ങനെ ഈ മത്സ്യമാംസം അങ്ങനെയല്ല പറഞ്ഞത്, ശവക്കറിയുടെ കാര്യം തന്നെയാണ് പറഞ്ഞത്. ഞാൻ ആ വാക്ക് ഉപയോഗിച്ച പുള്ളി പറഞ്ഞു ഞാനതൊക്കെ കഴിക്കും, ഞാനിങ്ങനെ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. 28 വർഷമായിട്ട് എൻ്റെ പണി ഇത് തന്നെയാണ്. അദ്ദേഹം പറഞ്ഞ വാക്കെന്താ? എൻ്റെ പണി ഇത് തന്നെയാണ്, പ്രഭാഷണം നടത്തുക. അപ്പോൾ അത് പുള്ളിയുടെ പണിയാണ്. ചുമട്ട് തൊഴിലാളി, നമ്മൾ ചുമട്ട് തൊഴിലാളി എന്നല്ലേ വിളിക്കണത്. അപ്പം അങ്ങനെയാണെങ്കിൽ തൊണ്ട കൊണ്ട് തൊഴിൽ ചെയ്യുന്നവന് തൊണ്ട തൊഴിലാളിയല്ലേ? അദ്ദേഹത്തിന് സ്പിരിച്വാലിറ്റിയിൽ എന്ത് ക്വാളിറ്റിയാണ് ഉള്ളത്? ഞാൻ ഒരു സ്പിരിച്വൽ പേഴ്സൺ ആണ് എന്നുണ്ടെങ്കിൽ ആദ്യം ഞാനാണ് അവർക്ക് മാതൃകയാവേണ്ടത്. എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റാത്തത് എൻ്റെ മക്കളോടോ നാട്ടുകാരോടോ ചെയ്യാൻ പറഞ്ഞാൽ അവർ ചെയ്യോ? എനിക്ക് മണിക്കൂറുകൾ ഇരുന്ന് ധ്യാനിക്കാൻ പറ്റും. ഞാൻ നിങ്ങളോട് പറയാണ് 45 മിനിറ്റ് ഇരിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇരുന്ന് പോവും. ഞാൻ ജീവിതത്തിൽ ധ്യാനിക്കാൻ പഠിച്ചിട്ടില്ലാത്ത ആളാണ്. നിങ്ങളോട് ഇരിക്കുന്ന പറഞ്ഞാൽ നിങ്ങളിങ്ങനെ മൂട് ചൊറിഞ്ഞ് തല ചൊറിഞ്ഞ് ഇങ്ങനെ ഇരിക്കും. നിങ്ങൾക്ക് ഇരിക്കാൻ പറ്റില്ല. ഒരു പച്ച വെളിച്ചവും കാണൂല, ഒരു മഞ്ഞ വെളിച്ചവും കാണൂല. ഈ വെളിച്ചമൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഉള്ളിൽ അനേക പ്രോസസ്സുകൾ നടക്കണം. അപ്പോഴാണ് യൂട്യൂബ് ഭഗവാന്മാർ വന്നിട്ട് പറഞ്ഞത് ഇവിടെ നോക്കിയിരുന്ന ആ വെളിച്ചം, ഇവിടെ ഇരുന്ന വെളിച്ചം, അപ്പുറം ഇരുന്ന വേറെ വെളിച്ചം കാണുന്നു. ഒരു വെളിച്ചവും കിട്ടൂല. അത് വെറും തോന്നലുകൾ മാത്രമാണ്. കാരണം ഈ പറയുന്ന ചക്രാസ് ഒന്നും നമ്മുടെ ശരീരത്തിലല്ല ഇരിക്കുന്നത്. ഇതെല്ലാം നമ്മുടെ സൂക്ഷ്മ ശരീരങ്ങളിലാണ്. സൂര്യഭാവം ചന്ദ്രഭാവം എന്ന് പറഞ്ഞ 2 ഭാവങ്ങൾ നമുക്കുണ്ട്. അപ്പോൾ ഇത് രണ്ടും ബാലൻസ് ആവണമെന്നുണ്ടെങ്കിൽ എത്ര കാലഘട്ടം വേണ്ടി വരും നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക. 3 ഒരു പൂർണ്ണ അവസ്ഥയിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ ഒരു സർട്ടൺ ഡേയ്സ് കഴിയണം. അതുപോലെ നമ്മുടെ ശരീരത്തിൽ ആ പരിവർത്തനം നടക്കണമെന്നുണ്ടെങ്കിൽ കുറേ ദിവസങ്ങൾ അതിന് വേണം. അതിനകത്ത് നമ്മുടെ ശരീരത്തിൽ ത്രിവിധകളുടെ ബാലൻസിങ് നടക്കണം. ഗുണം, ഗണം, ഗതി, പിന്നെ ദോഷം. അതുകൂടാതെ അതിനപ്പുറത്ത് വേറൊരു സ്ഥാനമുണ്ട്, ജ്ഞാനം എന്ന് പറയണത്. ഇതെല്ലാം ബാലൻസ് ആയിട്ട് ഒരാളിൽ
ഒരു 3 നമ്പറുള്ള പെട്ടി ഞാൻ നിങ്ങളുടെ കയ്യിലേക്ക് തന്നാൽ നിങ്ങൾ എത്ര നേരം എടുക്കും അതിൻ്റെ ലോക്ക് ഒന്ന് ഓപ്പൺ ചെയ്യാൻ? വെറും 3 അക്ഷരങ്ങൾ, അതായത് 000111222 എന്ന് എഴുതിയേക്കണേ. ഒരു 3 പെർമ്യൂട്ടേഷൻ കോമ്പിനേഷനുള്ള ഒരു സൂട്ട് കേസ് ഞാൻ നിങ്ങളുടെ കയ്യിൽ തന്ന ഒരു ദിവസം കൊണ്ട് നിങ്ങളെ കൊണ്ട് തുറക്കാൻ പറ്റുമോ? സാധ്യമാവില്ല. അപ്പോൾ പിന്നെ നിങ്ങൾ എങ്ങനെയാണ് ഈ ബ്രഹ്മജ്ഞാനത്തിലേക്ക് എത്തണത്? ഇത് സാധ്യമല്ലാത്തൊരു കാര്യം തന്നെയാണ്. 100% ഞാൻ ഉറപ്പ് പറയാം, ഇത് സാധ്യമല്ല. പൂർവ്വകാല ജന്മ വാസനയ്ക്കനുസരിച്ച് ആർക്കെങ്കിലുമൊക്കെ ഭാഗ്യം കിട്ടി ആരെങ്കിലുമൊക്കെ ബ്രഹ്മജ്ഞാനി ആയിട്ടുണ്ടെങ്കിൽ ഉണ്ട്. ആ വഴിക്ക് എത്തിച്ചേരുക എന്ന് വെച്ചാൽ വളരെ കഠിന പ്രയത്നം തന്നെ വേണം. അതിന് അത്രമാത്രം ഒരു വിൽ പവർ വേണം, അത്രമാത്രം ഒരു ഭാഗ്യം വേണം, അത്രമാത്രം ഒരു നിഷ്ഠ വേണം. അങ്ങനെ എല്ലാം ത്യജിച്ച് എല്ലാത്തിനെയും ചേർത്ത് പിടിച്ചും പോകണം. ഞാൻ 2 വാക്ക് പറഞ്ഞു ഇവിടെ, എല്ലാത്തിനെയും ത്യജിച്ച് എല്ലാത്തിനെയും ചേർത്ത് പിടിച്ചു പോകാനെന്ന്. ഞാൻ എൻ്റെ ധർമ്മപത്നിയും എൻ്റെ 2 കുട്ടികളുമായിട്ട് അവിടെ വന്നിരിക്കുന്നത് നിങ്ങൾ കണ്ടു കാണൂല്ലേ. ഞാൻ എൻ്റെ ഭാര്യയെ ഉപേക്ഷിച്ചോ മക്കളെ ഉപേക്ഷിച്ചോ വനാന്തരങ്ങളിൽ പോയിട്ട് തപസ് ചെയ്ത് നേടിയതൊന്നുമല്ല. ഞാൻ വീട്ടിലിരുന്ന് ബോംബെ മെട്രോപൊളിറ്റൻ സിറ്റിയിൽ അത്രയും തിരക്കേറിയ നഗരത്തിൽ 7ാമത്തെ നിലയിലൊരു ഫ്ലാറ്റിലിരുന്നാണ് ഞാൻ ഈ ബ്രഹ്മജ്ഞാനം നേടിയത്. അപ്പോൾ അതിനുവേണ്ടി വനത്തിൽ പോവുമൊന്നും വേണ്ട, നമ്മുടെ വീട് വനമാക്കിയാൽ മതി. അതാണ് വനവാസം. നമ്മുടെ മനസ്സിൻ്റെ തലം അത്രമാത്രം ഉയരണം. അപ്പോൾ ഒരാൾക്ക് ഈ ജ്ഞാനം എത്തിച്ചേരുക എന്ന് പറഞ്ഞ പുസ്തകത്തിൽ കൂടെ കിട്ടില്ല. അത് മനസ്സിലായി കാണുന്ന ഉറപ്പാണ് അല്ലേ? അത് അമ്പലത്തിൽ പോയാലും കിട്ടില്ല. അമ്പലം പോവുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭക്തിയുടെ ആദ്യത്തെ സ്റ്റെപ്പാണത്. ജീവിതകാലം മുഴുവൻ നമ്മൾ ആ സ്റ്റെപ്പിൽ കൂടെ നടന്നു കഴിഞ്ഞാൽ നമ്മൾ ഒന്നിൽ തന്നെ ഇരിക്കും. 1ാം ക്ലാസ് കഴിഞ്ഞാൽ നമ്മൾ 2ലേക്ക് പോകണം, 3ൽ പോകണം, 5ൽ പോകണം, പ്രീ ഡിഗ്രി പോകണം, ഡിഗ്രി പോകും, എഞ്ചിനീയറിംഗ് കഴിയും. എഞ്ചിനീയറിംഗ് പഠിക്കുന്ന കുട്ടി നമ്മൾ മണലിലാണോ എഴുതി പഠിക്കണത്? അല്ല, നമ്മൾ ആദ്യം എഴുതി പഠിച്ചത് മണലില്ല. നൊസ്റ്റാലജിയൊക്കെ മാറ്റിക്കോ, ഇപ്പോൾ കമ്പ്യൂട്ടറിലാണ് എഴുതുന്നത്. സോ നമ്മുടെ സ്പിരിച്വാലിറ്റി നമ്മളിൽ ഉണർന്നു വരുമ്പോൾ പിന്നെ നമ്മൾ പുസ്തകവും അമ്പലവും ദൈവമൊക്കെ മാറ്റി വയ്ക്കും. നമ്മൾ ഒരു സ്ഥലത്ത് ശാന്തമായിട്ട് ഇരിക്കാൻ തുടങ്ങും. അവിടെ സ്ഥിതപ്രജ്ഞത നമ്മളിലാണ് ഉണ്ടാവുന്നത്. അപ്പം ഇത്രയും പ്രാക്ടീസ് കഴിഞ്ഞ ഒരാൾക്ക് ഒരു വ്യക്തിയെ കണ്ടാൽ മനസ്സിലാക്കാൻ വിഷമം ഉണ്ടാവുമോ രോഹിത്തെ? ഉണ്ടാവില്ല. അത്രേ ഉള്ളൂ. ദൈവം 4-ാമത്തെയോ തുടങ്ങുമെന്ന് പറയുന്നു. ഒരുപാട് ക്രിമിനൽ പശ്ചാത്തലങ്ങളുള്ളവരാണെന്നുണ്ടെങ്കിൽ 1, 2, 3ലേക്കും പോകുമെന്ന് പറയുന്നുണ്ട്. ഈ ഓരോ തലത്തിൽ നിന്നും അടുത്ത തലങ്ങളിലേക്ക് പോവുക എന്നുള്ളതാണ് ഈ പറയുന്ന ആത്മാവെന്നുള്ള കൺസെപ്റ്റ് ഇല്ല എന്ന് പറയുന്നുണ്ട്, അറിയില്ല. അങ്ങനെ 7 തലം കഴിയുമ്പോഴാണ് ഭഗവാനെ കാണുക അല്ലെങ്കിൽ മഹാദേവനെ കാണുക എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഗുരുജി പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, 5 ദിവസം കൊണ്ട് ഞാൻ ഭഗവാനെ കാണിക്കാം. ഞാൻ ഡെഫിനറ്റ്ലി ഗുരുജിയോട് ഇത് കഴിയുമ്പോൾ വരും. അപ്പോൾ ഇത് എങ്ങനെയാണ് ഗുരുജി സാധിക്കുക? ഈ ക്വസ്റ്റ്യന് എവിടെ കൺക്ലൂഡ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, പറയണമെന്ന് തോന്നി. ഞാൻ പറയാം, അതവിടെ നിന്നോട്ടെ. അദ്ദേഹത്തിൻ്റെ ഞാൻ തുടങ്ങിയതിൽ തന്നെ അവസാനിപ്പിച്ചിട്ട് അതിലേക്ക് വരാം. ശിവലിംഗം എന്ന് പറയുമ്പോൾ നമ്മൾ ധരിച്ചു വച്ചിരിക്കുന്നത് ശിവൻ്റെ ലിംഗം അല്ലേ? അങ്ങനെ തന്നെയല്ലേ? ആ, വെരി ഗുഡ്. സാധനം വന്നു, വരണ്ട്. അവിടെ നിന്ന് തന്നെ പോരട്ടെ. കൊടുത്തോ, മൈക്ക് കൊടുത്തോ. ഇപ്പം നമ്മള് ജെൻഡർ എഴുതുമ്പോ ലിംഗം എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ സ്ത്രീ അഥവാ പുരുഷൻ എന്ന് നമ്മൾ എഴുതുന്നു. അപ്പൊ ലിംഗം എന്ന് പറഞ്ഞാൽ അടയാളം എന്നേ അർത്ഥമുള്ളൂ. എന്തിന്റെ അടയാളം? എന്തിനെ കാണിക്കുന്നു, എന്തിനെ പ്രതിപാദിക്കുന്നു, അത്രേ ഉള്ളൂ. ലിംഗം എന്നാൽ അടയാളം. പകുതി ഉത്തരം വന്നിട്ടുണ്ട്. ബാക്കിയത്തെ പകുതി കൂടി പൂരിപ്പിച്ചാൽ പൂർണ്ണമായി. ബാക്കി പകുതി ആരെങ്കിലും പറയാൻ പറ്റുമോ? എന്നാ പറഞ്ഞേക്കാം അല്ലേ? പറഞ്ഞാൽ ശിവം എന്ന് പറഞ്ഞാൽ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുക. ശിവം, പ്രപഞ്ചം മുഴുവൻ എന്താ നിറഞ്ഞു നിൽക്കുന്നത്? അറിവാണുള്ളത്. എല്ലാറ്റിലും അറിവാണുള്ളത്. ഈ നിൽക്കണ ആലിലും അറിവാണുള്ളത്, നിങ്ങളിലും അറിവാണുള്ളത്, തൂണിലും തുരുമ്പിലും ഈ പറയുന്ന സകല അചരങ്ങളിലും ഉള്ളത് അറിവ് തന്നെയാണ്. ഇതാണ് ശിവം. അറിവിൻ്റെ അടയാളമാണ് ശിവലിംഗം. ലിംഗം എന്ന് പറഞ്ഞാൽ പുരുഷലിംഗം, സ്ത്രീലിംഗം, അങ്ങനെ 2 ഉള്ളൂ. അറിവിൻ്റെ അടയാളത്തെ പ്രതിനിധാനം ചെയ്യുന്നതാണ് ശിവലിംഗം. അപ്പോൾ എന്തുകൊണ്ടാണ് ഓവ് മുറിച്ച് കിടക്കാൻ പാടില്ലാത്തത്? അറിവിനെ മുറിച്ച് കിടക്കാൻ ഒരാൾക്കും പറ്റില്ല. ഇനി ഏതൊരാൾ ബ്രഹ്മജ്ഞാനി ഉണ്ടോ അവന് പിന്നെ ഓവ് മുറിച്ച് കിടക്കേണ്ട കാര്യമില്ല. അവൻ പിന്നെ ശിവലിംഗം അന്വേഷിച്ച് നടക്കുകയല്ല. അത് ആദ്യഘട്ടങ്ങളിൽ ഇതൊക്കെ നടക്കും. ഇങ്ങനെ അപരിഷ്കൃതമായ ഉത്തരങ്ങൾ കേട്ട് ഓരോ ഉത്തരത്തിലും എൻ്റെ ഉള്ളിൽ എനിക്ക് ചോദ്യം വരും, എന്താ ഇങ്ങനെ എന്ന്. ഇല്ലേ?
ഈ ചോദ്യം തന്നെയാണ് എന്നെ ഇന്നിവിടെ എത്തിച്ചത്. അല്ലാതെ വേറെ യാതൊരു മാജിക്കും ഇല്ല. ഇപ്പം ഇങ്ങനെയൊരു തലത്തിലിരിക്കുമ്പോൾ എനിക്ക് അഹങ്കാരമല്ല ഉള്ളത്. ഒരു നിമിഷം പോലും ഇവിടെ ഒരു ഉപദ്രവവും ഒരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട് ഈ ഭൂമിയിൽ നിന്ന് സമാധിയായി പോയാൽ മതി.